നമ്മുടെ ഹോസ്റ്റൽ കെറ്റിൽ സീരീസിന്റെ ഡേ 6 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിമുട്ടയാണ്. പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പുളി കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ആര് പോയാലും ഞാൻ കൊണ്ടുവരിക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുളിമുട്ടായി സിമ്പിളാണ്, കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പുളി എടുക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ പുളി എടുക്കുക, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് അരിക്കാൻ പറ്റിയില്ല, കാരണം ഇതിനകത്ത് കുരുവൊക്കെ വലുതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ കൈ തന്നെ ഇട്ടാക്കി. ഇനിയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം മുളക് പൊടി ഇടുക. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു സ്പൂൺ ഇടുക, ശ്രദ്ധിക്കുക. ഇതിനകത്ത് പലതവണ വീണു. പിന്നെ ആരും എന്നെ പോലെ മണ്ടത്തരം കാണിക്കലും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക, ഇതിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പുളി ജാമാണ്, പുളി മുട്ടായി എന്നും പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ രണ്ടും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരെന്ന് പറയാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് എല്ലാവർക്കും കൊണ്ടു നടന്നു കൊടുത്തു. എനിക്ക് ഇങ്ങനത്തെ പുളിയുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാങ്ങയൊന്നും പറയാൻ വേണ്ട, ഉപ്പിലൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കുത്തിരുന്നു തിന്നും. അമ്മാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത സമയത്ത് വെച്ച് ഇത് കെറ്റിലിനകത്ത് തന്നെയാണോ ഉണ്ടാക്കിയതാണ്. കാരണം ഇത് അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. ഇത് വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ശീതൽമാറിയൊക്കെ കിടന്ന് ചാട്ടലായിരുന്നു. അപ്പോൾ നിങ്ങളെയും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് എന്തായാലും അടുത്തോടെ കാണാം. അത്രേ ഉള്ളൂ.